മധുരപ്രതികാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിജയപ്പകിട്ടിന്റെ അവിസ്മരണീയവും അഭിമാനകരവുമായ അനർഘ നിമിഷങ്ങൾക്കാണ് കഴിഞ്ഞ വാരം സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദി സാക്ഷ്യം വഹിച്ചത്. ആഴ്ചകൾക്ക് മുമ്പ് സൂപ്പർ സ്റ്റാർ സിംഗർ വേദിയിൽ നടന്ന ഉദിത് നാരായൺസ് മാസ്റ്റർ ക്ലാസ് റൗണ്ടിൽ അദ്ദേഹത്തിന്റെ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ചാന്ദ് ചുപ്പ ബാദൽ മേം എന്ന ഗാനം ആലപിച്ച് ആവിർഭവ് ഇതിഹാസം സൃഷ്ടിച്ചിരുന്നു. ഒറിജിനൽ ഗാനം ആലപിച്ച സാക്ഷാൽ ഉദിത് നാരായൺ വരെ അവിശ്വസനീയതയോടെയും അത്ഭുതത്തോടെയും ശ്വാസമടക്കി പിടിച്ച് തരിച്ചിരുന്നുപോയ, സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകി അനുമോദിച്ച, വിധികർത്താക്കൾ എല്ലാവരും ഇമോഷണലായി ജഡ്ജിംഗ് സീറ്റിൽ കയറി നിന്ന് കൈയടിച്ച, സീസൺ 3യിലെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമെന്ന് വിലയിരുത്തപ്പെട്ട ആലാപന വൈഭവത്തിന്റെ ഇന്ദ്രജാലം സൃഷ്ടിച്ച ആവിർഭവിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമെന്നാണ് നേഹ കാക്കർ വിശേഷിപ്പിച്ചത്. ഉദിത് നാരായൺ അടക്കം വേദി ഒന്നടങ്കം മുക്തഖണ്ഡം പ്രശംസകൾ കൊണ്ട് ചൊരിഞ്ഞുവെങ്കിലും ഉദിത് നാരായൺസ് മാസ്റ്റർ ക്ലാസ് റൗണ്ടിൽ ആലാപന മികവുകൊണ്ട് അദ്ദേഹത്തിന്റെ മനം കവരുന്ന കുട്ടിപ്പാട്ട് താരത്തിന് നൽകുമെന്ന് പ്രഖ്യാപിച്ച ഗിഫ്റ്റായ മൈക്ക് ആവിർഭവിന് നേടാൻ സാധിച്ചിരുന്നില്ല. ചാന്ദ് ചുപ്പ ബാദൽ മേം എന്ന ഗാനത്തിന്റെ ഇതിഹാസതുല്യമായ വൈറൽ പ്രകടനത്തിന് ആവിർഭവിന് മൈക്ക് ഗിഫ്റ്റായി ലഭിക്കുമെന്ന് നിരവധി പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ യാതൊരു പരാതികളോ പരിഭവങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ അർപ്പണബോധത്തോടെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ 3 വേദിയിൽ മറ്റൊരു സുവർണ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ആവിർഭവ്. കഴിഞ്ഞ വാരം നടന്ന ബപ്പി ലാഹിരി റൗണ്ടിലും ബോയ്സ് വേഴ്സസ് ഗേൾസ് റൗണ്ടിലും തുടർച്ചയായി വിന്നറായി സൂപ്പർ ജഡ്ജ് നേഹ കാക്കറിൽ നിന്നും ഗോൾഡൻ ചെയിൻ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് ആവിർഭവ്. കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മൈക്ക് ഗിഫ്റ്റിന് പകരം ഇരട്ട വിജയത്തിന്റെ പകിട്ടുള്ള ഗോൾഡൻ ചെയിൻ സ്വന്തമാക്കി നേട്ടത്തിലും താരമായിരിക്കുകയാണ് ആവിർഭവ്. ചെറിയ തിരിച്ചടികളിൽ പതറാതെയും ബഹളങ്ങളും കോലാഹലങ്ങളും സൃഷ്ടിക്കാതെയും സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മസമർപ്പണത്തോടെയും കഠിന പ്രയത്നത്തോടെയും ഇരട്ട വിജയം സ്വന്തമാക്കിയ ആവിർഭവിന്റെ ഗോൾഡൻ ചെയിൻ തിളക്കമുള്ള വിജയഗാഥ പ്രചോദനകരമാണ്. മത്സര റൗണ്ടുകളിൽ വിന്നറായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആവിർഭവ് ടൈറ്റിൽ വിന്നറായി കാണാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ശനിയാഴ്ച ദിവസങ്ങളിൽ രാത്രി 8 മണി മുതൽ 12 മണി വരെ സോണി ലൈവ് ആപ്പ്, ഫസ്റ്റ് ക്രൈ ആപ്പ് എന്നിവയിലൂടെ ആവിർഭവിന് വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.